മിശിഹായിൽ പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ സുഭാഷിതം 25:11 നമുക്ക് ധ്യാനിക്കാം. ബുക്ക് ഓഫ് പ്രോവേർബ്സ് ചാപ്റ്റർ 25:11. ഇവിടെ ഇങ്ങനെയാണ് പറയുക: ഉചിതമായ വാക്ക് വെള്ളിത്തകിടിൽ പതിച്ചുവെച്ച സ്വർണ്ണ നിർമ്മിതമായ ആപ്പിൾ പഴം പോലെയാണ്. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യനെന്നറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേൽ അസാധാരണമായ പ്രസംഗ പാടവത്തിനുടമയായിരുന്നു. മനുഷ്യ മനസ്സിലേക്ക് തന്റെ ആശയങ്ങൾ എരുതിയിൽ എണ്ണ പകരുന്നത് പോലെ പകരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം സംസ്ഥാനങ്ങളിലേക്ക് പടർന്നു പിടിച്ചുകൊണ്ടിരുന്ന കാലം. ഈ സമയത്ത് പട്ടേൽ ഓടി നടന്ന് സമരത്തിനു വേണ്ടി ജനങ്ങളെ സജ്ജമാക്കുകയായിരുന്നു. ബ്രിട്ടീഷുകാരോട് ധൈര്യമായി പോരാടുവാനുള്ള ആഹ്വാനം ആ പ്രസംഗങ്ങളിലെല്ലാം തെളിഞ്ഞു നിന്നു. ഒരിക്കൽ ഗുജറാത്തിലെ യോഗത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ലക്ഷക്കണക്കിന് സ്ത്രീ പുരുഷന്മാർ പ്രസംഗം കേൾക്കാൻ തടിച്ചുകൂടി. പട്ടേൽ തന്റെ പ്രസംഗത്തിന്റെ സമയമായപ്പോൾ എണീറ്റ് സദസ്യരെ ആകെ ഒന്ന് വീക്ഷിച്ചു. 60% പേരും അവിവാഹിതരായ സ്ത്രീകളാണെന്ന് മനസ്സിലാക്കിയ പട്ടേൽ അവരോട് പറഞ്ഞു: പ്രിയ സഹോദരിമാരെ, നിങ്ങളോട് ഞാനൊരു കാര്യം പറയുകയാണ്. നിങ്ങൾക്കിത് സന്തോഷം പകരുമെന്നറിയാം. കാരണം ഭാരതം സ്വാതന്ത്ര്യം പ്രാപിക്കേണ്ട നമ്മുടെ എല്ലാം ആഗ്രഹമാണല്ലോ. അതുകൊണ്ട് നിങ്ങൾ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് വരനാകാൻ നിശ്ചയിക്കപ്പെട്ട ആ യുവാവിന്റെ ശരീരത്തിൽ പോലീസ് മർദ്ദനത്തിന് പാടുണ്ടോ എന്ന് നോക്കണം. ഉണ്ടെങ്കിൽ മറ്റൊന്നും ആലോചിക്കേണ്ട, ധൈര്യമായി അവനെ വിവാഹം കഴിക്കാം. കാരണം ഭാരത സ്വാതന്ത്ര്യത്തിൽ അവരും പങ്കാളിയായിട്ടുണ്ട്. മർദ്ദനത്തിന്റെ വടുക്കൾ അവന്റെ ശരീരത്തിൽ ഇല്ലെങ്കിൽ നിങ്ങൾ അവനോട് പറയണം, പോയി ബ്രിട്ടീഷുകാരോട് സമരം ചെയ്ത് അടി വാങ്ങിക്കൊണ്ട് വന്നിട്ട് എന്നെ വിവാഹം കഴിച്ചാൽ മതിയെന്ന്. അത് കേട്ട് പെൺകുട്ടികൾ ചിരിച്ചുകൊണ്ട് ഉച്ചത്തിൽ കൈയടിക്കാൻ തുടങ്ങി. ഏതാണ്ട് 3 മിനിറ്റോളം ആ കരഘോഷം നീണ്ടു. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും.